ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ബ്രൈഡൽ വർക്കിന് പോയ വീഡിയോയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മളെ ബ്രൈഡ് നീതു. നീതുവിന് ആദ്യം തന്നെ നമ്മൾ ക്ലെൻസിങ്ങും ടോണിങ്ങും ഒക്കെ ചെയ്ത് മോയ്സ്ചറൈസൊക്കെ ഇട്ട ശേഷമാണ് ബേസൊക്കെ ചെയ്ത് തുടങ്ങിയത്. വീഡിയോ എല്ലാം തന്നെ എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് വിട്ടുപോയി. കുറച്ച് വീഡിയോ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ഐ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. ഐ മേക്കപ്പിൽ നമ്മൾ ആദ്യം ബേസായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കൺസീലറാണ്. കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐ ഷാഡോ നമ്മൾ നീതുവിന് കൊടുത്തത് ഇതൊരു പിങ്ക് കളറും ഒരു ബ്ലൂ കളറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഡബിൾ ഷെയ്ഡാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മൾ ഐലാഷസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലേ കണ്ണിന് നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോസൊക്കെ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നോസൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലഷ് ഒരു പിങ്ക് കളർ ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കണ്ണിൻ്റെ താഴ്ഭാഗത്തും കൺസീലൊക്കെ കൊടുത്ത് നമ്മൾ ഐ ലുക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഹെയർ, നീതുവിൻ്റെ ഹെയർ എന്ന് വെച്ചാൽ നല്ല കേളി ഹെയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നും ചെയ്തിട്ടില്ല, ഹെയറിൽ ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. അപ്പോഴൊന്നും ചെറുതായിട്ടൊന്ന് സ്മൂത്തായി കിട്ടി. അതിനുശേഷം നമ്മൾ ഹെയർ സ്റ്റൈൽ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. നീതു ത്രെഡ് ചെയ്യാനൊക്കെ വന്ന സമയത്ത് നമ്മൾ ഹെയർ സ്റ്റൈൽ മുഖത്തിന് ചേരുന്ന വിധത്തിൽ കെട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻറ്ററിൽ നിന്ന് പാർട്ടീഷൻ ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നടുക്കായിട്ടൊരു പഫ് വരുന്ന രീതിയിലാണ് നീതുവിന് ഹെയർ സ്റ്റൈൽ ചെയ്തത്. സിമ്പിളായിട്ടുള്ള ലുക്കാണ് ചെയ്ത് കൊടുത്തത്. സെൻറ്ററിൽ ഒരു പഫൊക്കെ കൊടുത്ത് രണ്ട് സൈഡിലോട്ടും പിരിച്ചെടുത്ത് കെട്ടുകയാണ് ചെയ്തത്. പിന്നെ വലിയ പഫൊന്നുമല്ല കൊടുത്തത്, ചെറിയ രീതിയിലുള്ള പഫാണ് കൊടുത്തത്. പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒരുപാട് ഒരു വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നീതുവിന് നമ്മൾ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ വൈകക്കുട്ടിയോടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നീതുവിൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സ് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്തെടുത്തത്. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കണേ. അതിനുശേഷം ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. മുഖത്ത് ഫിനിഷ് ചെയ്തിട്ടില്ല, ഇനി ഹൈലൈറ്റ് ഒക്കെ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇടാനുണ്ട്, പൊട്ട് വെച്ചിട്ടില്ല, അതെല്ലാം പിന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ടതിന് ശേഷമാണ് അതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ദേവുട്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ദേവുവിനെയും കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ ദേവു ഇവിടെ നിന്ന് നീതു ചിരിക്കത്തില്ല, നീതുവിൻ്റെ കൂടെ ചിരിക്കുകയോ ചേച്ചി ചിരിക്കുകയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് അവൾ ചിരിച്ചത്. പിന്നെ അതിനുശേഷം നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിച്ചിപ്പൂവായിരുന്നു വാങ്ങിച്ചിട്ടുള്ളത്. പിച്ചിപ്പൂവും വച്ച് കൊടുക്കുന്നുണ്ട്. അതിന് സെൻട്രലായിട്ട് റോസാപ്പൂ വരുന്ന രീതിയിലാണ് പൂവ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, വീഡിയോയും ഫോട്ടോയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. ആകെ കുറച്ച് ഫോട്ടോസും വീഡിയോസും മാത്രമേ എടുത്തിരുന്നുള്ളൂ. ലൈറ്റ് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റാണ് ചുട്ടി വെച്ച് കൊടുത്തത്. അതിൻ്റെ കാര്യം ചെറുതായിട്ടൊന്ന് വിട്ടുപോയതാണ്. ഓർണമെൻറ്റ്സ് ഇരുന്ന കൂട്ടത്തിൽ ചുട്ടി ഞാൻ കണ്ടില്ലായിരുന്നു. ലാസ്റ്റാണ് അത് വെച്ച് കൊടുത്തത്. പിന്നെ ചെറിയ ചുട്ടി ആയതുകൊണ്ട് ലാസ്റ്റ് വെച്ചാലും വലിയ കുഴപ്പമില്ലാതെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സ്ഥലത്തൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് കവിളിലും ചുണ്ടിന് താഴെയായിട്ടാണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത്. നമ്മൾ കവിളിൽ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ചിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നീതു നല്ല ടെൻഷനിലായിരുന്നു, അതുകൊണ്ട് ചിരിക്കാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ദേവോടെ എന്ന് പറയുന്നത് ചിരിക്കുക ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ അതിൻ്റെ കൂടെ പറഞ്ഞു, അതാണ് അവളിങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ നീതുവിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം. ബിഫോറും ആഫ്റ്ററും ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.